വിശദമായ വാർത്തകളിലേക്ക്. പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിരോധനം UAPA ട്രൈബ്യൂണൽ ശരിവച്ചു. 5 വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ എന്നിവ കണക്കിലെടുത്തായിരുന്നു നടപടി. ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മ അധ്യക്ഷനായ ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ്. 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും 8 അനുബന്ധ സംഘടനകളെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകളായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, കേരളത്തിലെ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ ആൻഡ് റിഹാബ് ഓർഗനൈസേഷൻ എന്നിവയാണ് നിരോധിച്ചത്. UAPA നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരമായിരുന്നു നടപടി. ഇതിനു പിന്നാലെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും ഓഫീസുകൾ പൂട്ടി മുദ്രവയ്ക്കുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. നിരോധന നടപടി ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായ ട്രൈബ്യൂണൽ പരിശോധിച്ച അന്തിമ തീരുമാനമെടുക്കണമെന്ന ചട്ടപ്രകാരമാണ് കേന്ദ്രം തുടർ നടപടി പ്രഖ്യാപിച്ചത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദിനേശ് കുമാർ ശർമ്മ 6 മാസത്തിനകം വിശദമായ വാദം കേട്ട് നിരോധനം നിയമസാധുതയുള്ളതാണോ എന്ന് തീരുമാനമെടുക്കുമെന്നായിരുന്നു ഉത്തരവ്. UAPA നിയമപ്രകാരം ഒരു സംഘടന നിയമവിരുദ്ധമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ സാധാരണഗതിയിൽ ട്രൈബ്യൂണൽ ശരിവെക്കുമ്പോഴാണ് അത് പ്രാബല്യത്തിലാവുക. എന്നാൽ ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിന് വിധേയമെന്ന് വ്യക്തമാക്കി ഉടനടി പ്രാബല്യം നൽകാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇക്കാര്യത്തിലാണ് UAPA ട്രൈബ്യൂണൽ അന്തിമവിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ദൌത്യം ശനിയാഴ്ച രാവിലെ 4-ന് മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. അന്നേ ദിവസം ചിന്നക്കനാലിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് സൂര്യ എന്ന കുങ്കിയാനയുമായി 6 അംഗ സംഘം പുറപ്പെട്ടു. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുകൊമ്പനാണ് അരിക്കൊമ്പൻ. ഇന്നും സമാനമായ രീതിയിൽ 2 വീടുകൾ ആക്രമിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ എന്തായാലും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനം, അതിനുള്ള ദിവസം എന്തായാലും നിശ്ചയിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, വളരെ നാളുകളായി ചിന്നക്കനാൽ ചാന്നൽപ്പാറ പഞ്ചായത്തുകളിൽ വലിയ നാശനഷ്ടം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് അരിക്കൊമ്പൻ. എല്ലാ ദിവസവും തന്നെ അരിക്കൊമ്പന്റെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ഏതാനും നാളുകളായി അരിക്കൊമ്പനെ പിടികൂടുന്നതിനുള്ള ഒരുക്കങ്ങൾ വനം വകുപ്പ് ആരംഭിച്ചു വരികയായിരുന്നു. ഏകദേശം ഈ പദ്ധതി ദൗത്യം ഏകദേശം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 25 തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. ഇതിനായി സിമന്റ് പാലത്ത് ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് മറ്റു മേഖലകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രീതിയാണ് ചിന്നക്കനാലിൽ അവലംബിക്കുന്നത്. കാരണം അരിക്കൊമ്പന്റെ സവിശേഷതകൾ കൊണ്ട് ഈ ഭൂമിശാസ്ത്രപരമായ ചില പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇവിടെ ഒരു സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സിമന്റ് പാലത്ത് അരിക്കൊമ്പൻ മുൻപ് തകർത്ത ഒരു വീട്ടിൽ റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ഇവിടേക്ക് ആനയെ ആകർഷിക്കാനുള്ള പദ്ധതി. 25-ന് രാവിലെ 4-ന് മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനം. ഇതിനുശേഷം കോടനാട്ടേക്ക് കൊണ്ടുപോകും. ഈ ദൗത്യം നടക്കുന്ന ദിവസം ചിന്നക്കനാൽ ചാത്തൻപാറ പഞ്ചായത്തുകളിൽ, അതായത് സിമന്റ് പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ചില മേഖലകളിൽ ചില വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം സിമന്റ് പാലത്തിനോട് ചേർന്നുള്ള 301 കോളനിയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനടക്കമുള്ള നടപടികളും സ്വീകരിക്കും. ഇതിനായി ഒരു പ്രത്യേക യോഗം നാളെ ചേരും. ആകെ 71 അംഗങ്ങളുള്ള ദൗത്യസേനയാണ് ഇതിനായി എത്തുന്നത്. ഇവർ 11 ടീമുകളായി തിരിഞ്ഞാവും ദൗത്യം പൂർത്തീകരിക്കുക. 4 കുങ്കിയാനകളാണ് നിലവിൽ ഈ ദൗത്യത്തിനായി എത്തുന്നത്. ഒരു ആന എത്തിയിട്ടുണ്ട്. മറ്റു ആനകളെയും കുങ്കിയാനകളും 10 ദിവസങ്ങളിലായൊക്കെ ഈ ചിന്നക്കനാലിലേക്ക് എത്തും. പ്രദേശവാസികൾ പൂർണ്ണ സഹകരണത്തോടെ പദ്ധതി പൂർത്തീകരിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ആര്യ, ശരി. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ 2 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ മുൻ CEO UV ജോസിനെ ED വീണ്ടും ചോദ്യം ചെയ്തു. കേസിലെ പ്രതിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ M ശിവശങ്കറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. സ്വപ്ന സുരേഷ്, വിജേഷ് പിള്ള എന്നിവർക്കെതിരായ CPMന്റെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കണ്ണൂർ റൂറൽ SP ഹേമലത IPSന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം. കണ്ണൂർ സിറ്റി, റൂറൽ ASPമാരും DYSPമാരും സംഘത്തിൽ ഉണ്ടാകും. പരാതിക്കാരനായ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും എതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇരുവർക്കും എതിരായ കേസ്. വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണവും.
ഫാരിസ് അബൂബക്കറിന്റെ ഭൂമി ഇടപാടിൽ കള്ളപ്പണം ഉപയോഗിച്ചെന്ന ആരോപണത്തിലാണ് അന്വേഷണം. വിഷയത്തിൽ ഇഡി പ്രാഥമിക വിവരശേഖരണം നടത്തി. ആദായ നികുതി വകുപ്പ് ഇന്നലെ ഫാരിസിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയിരുന്നു. 92 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഫാരിസിന്റേതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ പേരിൽ വിവിധയിടങ്ങളിൽ ഫാരിസ് അബൂബക്കറിന് ഭൂമി ഇടപാടുകൾ ഉണ്ടെന്നും വിദേശത്ത് നിന്നടക്കം നിക്ഷേപം എത്തിയതായും ആദായ നികുതി വിഭാഗം പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇഡി വിവരശേഖരണം നടത്തുന്നത്. നിയമസഭയുടെ നടുത്തളത്തിലെ പ്രതിപക്ഷ സത്യാഗ്രഹം ഇതാദ്യമല്ല. സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷ സത്യാഗ്രഹം തുടങ്ങിവെച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1974 EMSന്റെ നേതൃത്വത്തിൽ 5 MLAമാർ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചത്. പിന്നീട് പലപ്പോഴായി ഇരുമുന്നണികളിലും ഈ സമര മാതൃകയുടെ പിന്തുടർച്ചക്കാരായി. അഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു 1974 ഫെബ്രുവരി 2 പ്രതിപക്ഷ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സഭയ്ക്കുള്ളിൽ സത്യഗ്രഹം പ്രഖ്യാപിച്ചത്. സത്യഗ്രഹം തുടങ്ങിയതോടെ സ്പീക്കർ സഭ നിർത്തിവച്ചു. സമരം 1 മണിക്കൂറിൽ അവസാനിച്ചു. അടുത്ത വർഷം ഫെബ്രുവരി 25 ഇതേ വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ EMS സത്യഗ്രഹം പ്രഖ്യാപിച്ചു. നിരാഹാര സമരമായിരുന്നു അന്ന് പ്രഖ്യാപിച്ചത്. KM ജോർജ്, KA ശിവരാമഭാരതി, ജോർജ് മാഞ്ഞൂരാൻ, B വെല്ലിംഗ്ടൺ, ഹാജി, MV ഹൈദ്രോസ്, പെണ്ണമ്മ ജേക്കബ് എന്നിവരായിരുന്നു നിരാഹാര സമരം നടത്തിയത്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഉച്ചവരെ സഭ തുടർന്നു. വെളുക്കുവോളം സമരവും. അടുത്ത ദിവസം രാവിലെ നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമരം അവിടെ അവസാനിച്ചു. 2000 ജൂലൈയിൽ UDF ആയിരുന്നു പ്രതിപക്ഷത്ത്. +2 അഴിമതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ട കാലം. AK ആന്റണി സഭയുടെ നടുത്തളത്തിൽ പ്രതിപക്ഷ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. K ബാബു, ബാബു ദിവാകരൻ, CJ ജോയ്, മാമൻ മത്തായി, ശോഭന ജോർജ് ഇവരായിരുന്നു സമരക്കാർ. സമരം പൊളിക്കാൻ സ്പീക്കർ M വിജയകുമാർ അറ്റകൈ പ്രയോഗിച്ചു. പിന്നാലെ സഭയ്ക്കുള്ളിലെ ലൈറ്റ് മേസിയും സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം ഓഫ് ചെയ്തു. കൊടും ചൂടിലും ഇരുട്ടിലും അകത്തിരിക്കാനാകാതെ സമരക്കാർ പുറത്തേക്ക്. സമരവും അവിടെ തീർന്നു. വാച്ചാൻ വാർഡുമായുള്ള ഏറ്റുമുട്ടലിന്റെയും TV രാജേഷിന്റെ പൊട്ടിക്കരയിലിന്റെയും പേരിൽ ഓർമ്മിക്കപ്പെടുന്ന 2017 ഒക്ടോബറിലാണ് അടുത്ത സമരം. സംഘർഷങ്ങളുടെ പേരിൽ TV രാജേഷിനെയും ജെയിംസ് മാത്യുവിനെയും സസ്പെൻഡ് ചെയ്തു. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ MLAമാർ ഒന്നടങ്കം സത്യാഗ്രഹം ഇരിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നിർദ്ദേശം. ഒരു രാത്രി മുഴുവൻ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ കഴിച്ചുകൂട്ടി. രാവിലെ സഭ ചേരുമ്പോൾ വീണ്ടും സംഘർഷം. ഇതോടെ സഭാ സമ്മേളനം അവസാനിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ പ്രശ്നം തീർത്തു. ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ KM മാണി ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാനും പ്രതിപക്ഷം സ്വീകരിച്ചത് സമാന തന്ത്രം. മാണിയെ തടയാൻ ഒരു രാത്രി മുഴുവൻ സഭയിൽ പ്രതിപക്ഷ MLAമാർ കാവലിരുന്നു. ഭരണപക്ഷ MLAമാരുടെ സംരക്ഷണയിൽ മാണിയെത്തി ബജറ്റ് അവതരിപ്പിച്ചു മടങ്ങി. ദേവികുളം തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധി നടപ്പാക്കുന്നതിന് ഹൈക്കോടതി 10 ദിവസം വരെ ഇടക്കാല സ്റ്റേ അനുവദിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനാണ് സമയം അനുവദിച്ചത്. BJPക്ക് വോട്ട് ചെയ്യുമെന്ന പ്രസ്താവനയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് എതിരെ കടുത്ത വിമർശനവുമായി പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. റബ്ബറിന് കിലോയ്ക്ക് 300 രൂപ തന്നാൽ മറ്റൊരു തത്വവും ഇല്ല എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസമല്ലെന്ന് ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. BJPക്കാർ മതനേതാക്കളെ കാണുമ്പോൾ മാത്രം ചിലർക്ക് വെപ്രാളമാണെന്നായിരുന്നു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസിന്റെ പ്രതികരണം. യേശുദേവൻ ഗലീലിയിലെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചാണ് MA ബേബി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ വിമർശനം തൊടുത്തുവിടുന്നത്. ആർച്ച് ബിഷപ്പിൻ്റേത് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയാണെന്നാണ് വിമർശനം. കുടിയേറ്റക്കാരായാലും അല്ലെങ്കിലും കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നീതിബോധം പേറുന്നവരാണ്. അവർ ആർച്ച് ബിഷപ്പിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ലെന്നും MA ബേബി ഫേസ്ബുക്കിൽ കുറിച്ചു. വിഷയത്തിൽ പ്രതികരണവുമായി BJP നേതാക്കളും രംഗത്തെത്തി. തലയിൽ മുണ്ടിട്ടല്ല മതനേതാക്കളെ കാണാൻ പോയതെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് പറഞ്ഞു. ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വ്രണപ്പെടുത്തിയ നാടകം അവതരിപ്പിച്ചത് BJP അല്ലെന്നും ഹരിദാസ്. പുറങ്കാലുകൊണ്ട് ചവിട്ടി കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകത്തിലൂടെ ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ആരും പ്രതികരിച്ചിട്ടില്ല. അതിൽ കാണിക്ക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനത്തിൽ ഡൽഹിയിൽ മാത്രമല്ല കണ്ണൂരിൻ്റെ കലക്ട്രേറ്റിന് മുമ്പിൽ ഇന്നലെ ഉണ്ടായത് നൂറുകണക്കിന് ആളുകളാണ്, സന്യാസി വര്യന്മാരാണ്, അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾ ധർണയിരിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഏത് പാർട്ടിയുടെ ഏത് സംസ്ഥാനത്താണ്, ഏത് പാർട്ടി ഭരിക്കുമ്പോഴാണ്? ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പാംപ്ലാനിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയവും ഇല്ലെന്ന നിലപാടിലാണ് BJP. സഭാ നേതൃത്വത്തിനെതിരെ എപ്പോഴും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള MA ബേബിയുടെ പ്രതികരണം CPM നേതൃത്വം ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി നിർണായകം. ന്യൂസ് 18 കണ്ണൂർ.
തിരുവനന്തപുരം പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാനാകാതെ പോലീസ്. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അക്രമത്തിനിരയായ വീട്ടമ്മയെ വസതിയിൽ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ചയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ വിശദാംശങ്ങൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തതായാണ് പോലീസിന്റെ വിശദീകരണം. പ്രതിയെ ഉടൻ പിടികൂടാനാകുമെന്നാണ് കരുതുന്നതെന്നും പേട്ട പോലീസ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 13-ന് അർദ്ധരാത്രി ഉണ്ടായ അക്രമ സംഭവത്തിലെ പ്രതിയെ ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാൻ ആവാത്തതാണ് പോലീസിനെതിരായ വിമർശനങ്ങളുടെ ആക്കം കൂട്ടുന്നത്. നിയമസഭയിലടക്കം പ്രതിപക്ഷം വിഷയം ഏറ്റെടുത്തതോടെ പോലീസിനെതിരായ വിമർശനം കടുത്തു. മുഖ്യമന്ത്രിയുടെ മൂക്കും തുമ്പത്ത് നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പോലീസിനും ആഭ്യന്തര വകുപ്പിനും മൗനമാണെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസാണെന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു കാലത്ത്. അതിപ്പോൾ പോയി ഇത്രയും ദുർബലമായ, ഇത്രയും നിർവീര്യമായ ഒരു പോലീസായി മാറിയിരിക്കുകയാണ്. ഒരു സ്ത്രീ വിളിച്ചൊരു പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി വിളിച്ച് പരാതി പറഞ്ഞിട്ട് അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുന്ന പോലീസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ ഞാൻ അങ്ങയെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നു. പരാതി നൽകാൻ വൈകിയതിനാലാണ് അന്വേഷണം തുടങ്ങാൻ താമസിച്ചതെന്ന് ആദ്യം പോലീസിനെ ന്യായീകരിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒടുവിൽ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. ഇതിനു പിന്നാലെയാണ് പ്രതിയെ പിടികൂടാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയത്. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായാണ് സൂചന. ഇയാൾ ഉടൻ പിടിയിലാകുമെന്നാണ് പേട്ട പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 13-കാരനോട് KSRTC വനിതാ കണ്ടക്ടറുടെ ക്രൂരത. നട്ടുച്ചയ്ക്ക് ചാക്ക ബൈപ്പാസിൽ നിന്ന് ബസ്സിൽ കയറിയ 13-കാരനെ കീറിയ നോട്ട് നൽകിയതിന്റെ പേരിൽ വഴിയിൽ ഇറക്കിവിട്ടു. KSRTC വനിതാ കണ്ടക്ടറിൽ നിന്നുണ്ടായ ദുരനുഭവം ന്യൂസ് 18നോട് പങ്കുവച്ചു. ന്യൂസ് 18 വാർത്തയെ തുടർന്ന് സംഭവം അന്വേഷിക്കാൻ KSRTC വിജിലൻസിന് CMD നിർദ്ദേശം നൽകി. ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. ഈ കൊടും ചൂടിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരവെ കയ്യിലുണ്ടായിരുന്ന നോട്ട് കീറിപ്പോയതിന്റെ പേരിൽ ഒരു 13 വയസ്സുകാരനെ KSRTC ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറക്കിവിട്ടു. ആ ദുരനുഭവം പങ്കുവയ്ക്കാൻ ആ 13 വയസ്സുകാരൻ ഇപ്പോൾ ന്യൂസ് 18 കേരളയോടൊപ്പമുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത്? ഞാൻ പരീക്ഷ കഴിഞ്ഞ് 12:30 സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ബസ് കിട്ടി. ബസ് കയറി ബസ്സിൽ ഉച്ച സമയമുണ്ട്. ബസ്സിൽ ആരും ഇല്ലായിരുന്നു. കണ്ടക്ടർ ടിക്കറ്റ് ആയിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. ഞാൻ 20 റുപ്പീസ് എടുത്ത് കൊടുത്തപ്പോൾ അത് കീറിയായിരുന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടക്ടർ പറഞ്ഞു ഇത് പറ്റൂല, നോട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് പാറ്റൂർ വരെ കൊണ്ടുവിട്ടാൽ മതി, വേറെ പൈസ കയ്യിലില്ല, അച്ഛനും വരാൻ പറ്റൂല, കടയിലാണ്, തിരക്കാണെന്ന്. അപ്പോൾ അവരൊന്നും ഒന്നും പറ്റൂല, എന്നെ വേൾഡ് മാർക്കറ്റിൽ ഇറക്കി വിട്ട് ഒരു 1.5 മണിക്കൂർ അവിടെ തന്നെ ചെയ്യുന്നു. വേറെ ഒരു ബസ്സും വന്നില്ല. അങ്ങനെ നിവർത്തിയിട്ട് ഒരു അങ്കിൾ അവിടെ പോകണുണ്ട്. അപ്പോൾ ഞാൻ കൈ കാണിച്ചിരുന്ന് എന്നെ ചാക്കി ഇറക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്കിൾ വരെ ചാക്കി താളം ചെയ്ത ബിഷപ്പ് മാർ ജോസഫ് പൗവത്തലിന്റെ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. രാവിലെ 7-ന് രൂപത ആസ്ഥാനത്ത് ഭൗതിക ശരീരം എത്തിച്ച ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി. തുടർന്ന് വിലാപയാത്രയായി സെൻട്രൽ ജംഗ്ഷൻ വഴി മെത്രോപൊളിറ്റൻ പള്ളിയിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 10 വരെ മെത്രോപൊളിറ്റൻ പള്ളിയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. നാളെ നടക്കുന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകും. പ്രഥമ കേരള ശ്രീ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കു വേണ്ടി മകൾ അശ്വതി കേരള ജ്യോതി പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള പ്രഭ പുരസ്കാരം നാടകകൃത്ത് ഓംചേരി NN പിള്ളയ്ക്ക് സമ്മാനിച്ചു. മകൾ ദീപ്തി ഓംചേരിയാണ് ഗവർണറിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. സാമൂഹ്യ സേവന രംഗത്തെ സംഭാവനയ്ക്കുള്ള കേരള ശ്രീ പുരസ്കാരം ഗോപിനാഥ് മുതുകാടിന് സമ്മാനിച്ചു. ഡോക്ടർ ബിജുവിന് വേണ്ടി ഡോക്ടർ സത്യഭാമ ദാസ് ബിജുവാണ് കേരള ശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയത്.